ഞാൻ ഇതേപോലെ മുമ്പ് നാട്ടിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇടങ്ങാറായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ കൊടുത്ത കമ്പനി അവർ ഒരുപാട് പ്രാവശ്യം അത് ഡോക്യുമെൻറ്റേഷൻ അത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടോ. ഇതിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം അറിഞ്ഞില്ല. അപ്പോൾ നമ്മളെ ഫജറുൽ അമാനിലെ ആദ്യത്തെ കമ്പനി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് ബ്ലൂ വുഡ്സ് ഫോർ കൺസൾട്ടിങ് ആൻഡ് സർവീസസ്. ഇപ്പോൾ ഹാഷിർക്കാണ് ഈ കമ്പനിയുടെ ഓണറായിട്ടുള്ളത്. ഈ കമ്പനിയെ പറ്റി നമുക്ക് ചോദിച്ചേക്കാം, ഇരുന്നോളൂ. എന്താണ് നമ്മുടെ ഈ കമ്പനി ശരിക്കും, നമ്മളെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ബേസിക്കലി ഇത് കമ്പ്യൂട്ടേഷൻ, ഫ്ലൂയിഡ് ഡൈനാമിക്സ്, അതേപോലെ എൻജിനീയറിങ് സർവീസസ് ആണ് മെയിനായിട്ട്. ഞാനിപ്പോൾ ഒരു ഫ്രം 2010 മുതൽ ഞാൻ പല MNCസിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇന്ത്യയിലും ഒക്കെ പ്രൊഡക്റ്റായിട്ട്. അപ്പോൾ ഒരു 14 വർഷത്തോളം എക്സ്പീരിയൻസ് ആയപ്പോഴാണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിൽ കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം വർക്കുകൾ ചെയ്യാൻ ഇപ്പോൾ അവിടെ ഒരുപാട് കോണ്ടാക്ട്സ് പോയി. അപ്പോൾ നമ്മൾ മെയിൻലി ഇത് പറയുന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടേഷൻ, ഫ്ലൂയിഡ് ഡൈനാമിക്സ്, അതേപോലെ സ്ട്രക്ചറൽ അനാലിസിസ്, എൻജിനീയറിംഗ് അനാലിസിസ്. ഇതൊരു ITES സർവീസാണ്, IT ഇനേബിൾഡ് സർവീസ് കമ്പനിയാണ്. അപ്പോൾ കുറേ കാലം എംപ്ലോയി ആയി, ഇനിയിപ്പോൾ സ്വന്തമായിട്ട് നമുക്കൊരു സ്റ്റാർട്ടപ്പ്, ഒരു ഓണ്ടർപ്രണർ എന്നുള്ള ആൾക്ക് വളരണം എന്നൊരിതാണ് അല്ലേ? ഒരാഗ്രഹമാണ് മനുഷ്യൻ്റെ. എന്താ പറയുക, നമ്മൾ വളരാന്നല്ല, നമ്മളെ കൂടെയുള്ള ആൾക്കും കൂടി ഒരു കുറച്ച് 1-2 പേർക്ക് നമുക്ക് ജോബ് കൊടുക്കാൻ പറ്റിയാൽ തന്നെ വലിയ ആശ്വാസം എന്നുള്ള രീതി തുടങ്ങി തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അത് നല്ല രീതിയിൽ ആവട്ടെ എന്ന്, കമ്പനി ഏറ്റവും നല്ല രൂപത്തിൽ സക്സസ് ആയി മുന്നോട്ട് പോട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക. വി ആർ റിയലി ഗ്രേറ്റ്ഫുൾ ടു യു. കാരണം നമ്മൾ ഫജറുൽ അമാൻ ഓപ്പൺ ആക്കിയിട്ട് ഇത് 100% ഓണർഷിപ്പ് ഉള്ള കമ്പനിയാണ്, ഖത്തറി സ്പോൺസർ ഒന്നും ഇല്ലാതെ. അപ്പോൾ ശരിക്കും അത് നമ്മളെ വിശ്വസിച്ച്, അപ്പോൾ യു ട്രസ്റ്റഡ്. അത് എനിക്ക് പറയാം, അത് എൻ്റെ ഭയങ്കര റിലീഫായിരുന്നു. ലൈക്ക് ഞാൻ ഇതേപോലെ മുമ്പ് നാട്ടിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇടങ്ങാറായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ കൊടുത്ത കമ്പനി അവർ ഒരുപാട് പ്രാവശ്യം അത് ഡോക്യുമെൻറ്റേഷൻ അത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടോ. ഇതിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം അറിഞ്ഞില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതിവിടെ ഏൽപ്പിച്ച് എന്താ ID കാർഡ്, എന്താ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏൽപ്പിച്ച് വളരെ എന്താണ് റിലീഫായിരുന്നു. സ്ട്രെസ് ഉണ്ടായില്ല. വളരെ എളുപ്പത്തിൽ എന്താ പറയുക, ഇത് ഇത്രയും ഈസി ആയിട്ട് നിങ്ങളെ ഫോർമേഷൻ ചെയ്ത് തന്നതിന് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ല സർവീസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വെൽക്കം.